പിന്നെ കേരളത്തിൽ പൊതുവേ UDF സർക്കാർ അധികാരത്തിൽ വരേണ്ട ഒരു കാരണവും ഇടതു സർക്കാർ ചെയ്തിട്ടുള്ള അവരുടെ പരാജയവും തന്നെയാണ് കാര്യമായി ഞങ്ങൾ ചർച്ച കൊണ്ടുവന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ 16 സീറ്റും നേടണം എന്ന ഒരു മൂവ്മെൻറ്റിൽ തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണി തുടക്കം മുതലേ പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ചത്. ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു പോരാട്ടം, പിണറായി സർക്കാരിനെ വിലയിരുത്താൻ വേണ്ടി ജനങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു ഘട്ടം, അതേസമയത്ത് പ്രാദേശികമായ വികസനങ്ങൾ ചർച്ച ചെയ്യുന്നൊരു ഘട്ടം. അങ്ങനെ വോട്ടെടുപ്പ് കഴിഞ്ഞ സാഹചര്യമാണ്. എൻ്റെ കൂടെയുള്ളത് താനൂർ നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയാണ് PK നവാസ്. അങ്ങനെ വോട്ടെടുപ്പ് കഴിഞ്ഞു, പോളിംഗ് ശതമാനം കുത്തനെ ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ. എന്തൊക്കെയാണ് പ്രതീക്ഷ? പോളിംഗ് ശതമാനത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും അത്ര കാര്യമായി ഇത്തവണ എടുക്കാൻ വേണ്ടി കഴിയില്ല. കാരണം നമുക്കറിയാം വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം നടന്ന ഒരു ഘട്ടത്തിലാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ കൺവീനർ ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ആരംഭിക്കുമ്പോൾ ഉണ്ടായിരുന്നൊരു കോൺഫിഡൻറ്റ്, ആ കോൺഫിഡൻറ്റിൽ നിന്ന് ഒട്ടും താഴെ പോയിട്ടില്ല. ഞങ്ങൾ അവസാനിപ്പിക്കുമ്പോഴും ഞങ്ങൾ പറയുന്നത് ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് തിരിച്ചു പിടിക്കാൻ താനൂർ കഴിയുമെന്ന് തന്നെയാണ്. താനൂർ എന്തായിരിക്കും ചർച്ചയായിട്ടുണ്ടാവുക? താനൂർ പ്രധാനമായും വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. താനൂർ നിയോജക മണ്ഡലം എങ്ങനെയായിരുന്നു കഴിഞ്ഞ 10 വർഷം കൊണ്ട് മാറേണ്ടിയിരുന്നത്, അതിനെക്കുറിച്ച് തന്നെയാണ് ഞങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്തത്. ഡെവലപ്മെൻറ്റ് തന്നെയാണ്. പിന്നെ കേരളത്തിൽ പൊതുവേ UDF സർക്കാർ അധികാരത്തിൽ വരേണ്ട ഒരു കാരണവും ഇടതു സർക്കാർ ചെയ്തിട്ടുള്ള അവരുടെ പരാജയവും തന്നെയാണ് കാര്യമായി ഞങ്ങൾ ചർച്ച കൊണ്ടുവന്നിട്ടുള്ളത്. UDF ട്രെൻഡ് താനൂർ ചർച്ചയായിട്ടുണ്ടോ? തീർച്ചയായും കേരളത്തിലുടനീളം ഒരു UDF ട്രെൻഡ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. കേരളത്തിലുടനീളം ഒരു UDF വേവ് ഉണ്ട്. ആ വേവിൻ്റെ ഭാഗമായി താനൂരും അതിൻ്റെ ഭാഗമായി തന്നെ നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് പ്രത്യേകമായി കഴിഞ്ഞ 10 വർഷക്കാലം ഒരു ഇടത് MLA ഭരിച്ച ഒരു നാട് എന്ന രീതിയിൽ ഈ നാട് എത്രത്തോളം പിറകോട്ട് പോയി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ കഴിഞ്ഞു. മാറ്റം, കേരളം മാറണം എന്ന് ആഗ്രഹിക്കുന്ന ജനത്തോടൊപ്പം തന്നെ താനൂർ മാറണം എന്ന് ആഗ്രഹിക്കുന്ന സവിശേഷമായൊരു സാഹചര്യം താനൂരിലുണ്ട്. ഈ മലപ്പുറത്തിൻ്റെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തങ്ങൾ ഉൾപ്പെടെ പറഞ്ഞത് മുഴുവൻ സീറ്റുകളിലും UDF ആയിരിക്കുമെന്നുള്ളതാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായും തങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുമ്പ് ഞങ്ങൾ പറഞ്ഞല്ലോ മലപ്പുറത്ത് ഏറ്റവും വലിയ വേവ് ഉണ്ടാകുമെന്നുള്ളത്. അത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. അപ്പോൾ ഞങ്ങൾ വളരെ കൃത്യമായി പാർട്ടി അനാലിസിസ് നടത്തുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി എന്ന രീതിയിൽ ഞങ്ങളുടെ അധ്യക്ഷൻ പറയുന്നത് വളരെ കൃത്യമായ പഠനങ്ങൾക്ക് ശേഷമാണ്. മലപ്പുറം ജില്ലയിൽ 16 സീറ്റും നേടണം എന്ന ഒരു മൂവ്മെൻറ്റിൽ തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണി തുടക്കം മുതലേ പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അല്ലെങ്കിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ ഒന്നും ഞങ്ങളെ സംബന്ധിച്ച് ആലോചനാ വിധേയമായ കാര്യങ്ങളായിരുന്നില്ല. അതിന് മുമ്പേ തന്നെ ആര് സ്ഥാനാർത്ഥിയായാലും എപ്പോൾ ഇലക്ഷൻ വന്നാലും 16 സീറ്റിലും ജയിക്കണം എന്നൊരു മൂവ്മെൻറ്റാണ് ഞങ്ങൾ ആദ്യം ആരംഭിച്ചത്. അതിൻ്റെ പ്രവർത്തനം വളരെ നേരത്തെ ഞങ്ങൾ ആരംഭിച്ചതാണ്. അതിൻ്റെ ഭാഗമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ള റിസൾട്ട് പോലും. അതുകൊണ്ട് തീർച്ചയായും മലപ്പുറം ജില്ലയിൽ 16 ഐക്യജനാധിപത്യത്തിന് വേണ്ടി ജയിക്കും. മന്ത്രി V. അബ്ദുറഹിമാൻ താനൂരിൽ നിന്ന് തിരൂരിലേക്ക് മാറിയ സാഹചര്യമുണ്ട്. തിരൂര് സജീവ ചർച്ച അതാണ്. ഒരു പക്ഷേ തിരൂർ UDFൻ്റെ കോട്ടയാണെന്ന് പറയുമ്പോഴും അത് ഇത്തവണ മാറാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. അല്ല, മന്ത്രി അബ്ദുറഹ്മാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അത്ര കാര്യമായി കാണുന്നില്ല. ഇടതുപക്ഷത്തിൻ്റെ കാൻഡിഡേറ്റ് ആയിട്ട് ഇപ്പോൾ അദ്ദേഹത്തെ ഇവിടെയാണല്ലോ തീരുമാനിച്ചത്, എന്നിട്ടാണല്ലോ ഞങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു പോരാട്ടം, പിണറായി സർക്കാരിനെ വിലയിരുത്താൻ വേണ്ടി ജനങ്ങളോട് ആവശ്യപ്പെടുന്നൊരു ഘട്ടം, അതേസമയത്ത് പ്രാദേശികമായ വികസനങ്ങൾ ചർച്ച ചെയ്യുന്നൊരു ഘട്ടം. ആ അർത്ഥത്തിൽ ഇവിടെ വികസനങ്ങളുടെ മുരടിപ്പുണ്ട് എന്ന് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു. തിരൂരിൽ അങ്ങനെ അല്ല എന്നും ബോധ്യപ്പെടുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ദിവസത്തെ പര്യടന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് തിരൂർ സ്റ്റേഡിയത്തിൽ നിന്നാണ്. അപ്പോൾ താനൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തിരൂർ സ്റ്റേഡിയത്തിൽ പോകുന്നത് എന്തിനാണ് ഒരു ചോദ്യമാണല്ലോ. കാരണം താനൂരിലെ ജനങ്ങൾ മുഴുവൻ ഓടാനും ആരോഗ്യപരമായ പ്രവർത്തനം നടത്താനും ഒക്കെ ഉപയോഗിക്കുന്നത് തിരൂർ സ്റ്റേഡിയമാണ്. എന്തുകൊണ്ടാണ് തിരൂരിലേക്ക് പോകേണ്ടി വന്നത്? മന്ത്രി അബ്ദുറഹ്മാൻ മാത്രമല്ല തിരൂരിലേക്ക് പോകുന്നത്. അതിരാവിലെ 5 മണിക്ക് ഇവിടുന്ന് എണീറ്റ് വാഹനം എടുത്ത് തിരൂർ സ്റ്റേഡിയത്തിൽ ചെന്ന് അവിടുന്ന് ഓടുകയും യോഗ പ്രവർത്തനയും വർക്കൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ജനങ്ങളുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് താനൂരിൽ സാധിക്കാതെ പോകുന്നത്? ആ ചോദ്യം തന്നെ ഉത്തരവാണ് ഞങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോയി എന്നതിനെക്കുറിച്ച്. ഈ KT ജലീൽ ഉൾപ്പെടെ പറയുന്നത് സംസ്ഥയുടെ AP വിഭാഗത്തിൻ്റെ വോട്ട് ഭൂരിഭാഗവും അത് ഇടതുപക്ഷത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ സാധ്യതയുണ്ടോ? അല്ല, അങ്ങനെ ഒരു മെക്കാനിസം ജലീലിൻ്റെ കയ്യിലുള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന എല്ലാ സാമുദായിക സംഘടനകളും ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. ഇത്തവണ എല്ലാ സാമുദായിക സംഘടനകളും ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. ആരെങ്കിലും അങ്ങനെ പരസ്യമായി യോജിപ്പോ രേഖപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥ, ആ സംസ്ഥ ഏതെങ്കിലും തരത്തിൽ പ്രഖ്യാപനം നടത്തിയതായിട്ട് ഞങ്ങൾക്കറിയില്ല. ഇനി അങ്ങനെ നടത്തിയെന്ന് തന്നെ വെക്കാം. അങ്ങനെ ഏതെങ്കിലും താല്പര്യം അവർ പ്രകടിച്ചു, അവർക്ക് അവരുടെ അവകാശമാണ്. ഒരു സംഘടന എന്ന രീതിയിൽ ആർക്ക് വോട്ട് ചെയ്യണം, എങ്ങനെ നിൽക്കണം, അവർക്ക് സ്വാഭാവികമായി അവരുടെ അവകാശമുണ്ട്. അതിന് മുകളിലൊന്നും ചോദ്യം ചെയ്യാനും അതിനെ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്താനൊന്നും ഞങ്ങൾ ആളല്ല. ഞങ്ങൾക്ക് ആഗ്രഹിക്കാമല്ലോ അവരുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടാമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കാം. ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, അവരുടെ വോട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അവരുടെ വോട്ട് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വാസം. താനൂരിലെ പ്രതീക്ഷ? താനൂർ വലിയ പ്രതീക്ഷയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഞങ്ങൾ കൂടെ ഉണ്ട്. ഞങ്ങളിപ്പോൾ അതിൻ്റെ റിവ്യൂ മീറ്റിംഗ് നടത്താൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ UDF ഈ മണ്ഡലം തിരിച്ചു പിടിക്കും. അതുതന്നെയാണ് ഒരു വലിയ ഭൂരിപക്ഷത്തോടെ ഈ താനൂർ തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ് PK നവാസും വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് ഉർലായിക്കൊപ്പം V. സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.